ഹലോ ഗായ്സ്, ഹോംലി ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു പ്രമാണിച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സേമിയം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. സേമിയത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് വറുത്ത് കോരി മാറ്റേണ്ടത്. അത് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ചട്ടിയിൽ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാണ്. കാരമലൈസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ പായസത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് വേറെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാരമലൈസ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂട് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. നമ്മളിവിടെ ഏകദേശം 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ആ പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കട്ടകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിളയ്ക്കുമ്പോൾ ഏകദേശമൊക്കെ പോയി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയം കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഇനി സേമിയം വേവാനായിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കും. ഇനി ഏകദേശം ഇപ്പോൾ റെഡിയായി സേമിയം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഉള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഏലക്കായൻ്റെ പൊടിയും ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.